ഒരു MLA-യും ഇവിടെ ഇരിക്കുന്നില്ല, അവിടെ ഇരിക്കുന്നില്ല. നിങ്ങളുടെ MLA-മാർക്കിടയിൽ ബാർ ഹോട്ടലുകളില്ലാത്ത ആളുകളുണ്ട്. ബാർ ഹോട്ടലുകൾ ഇല്ല ആർക്കുമെന്ന് ശഠിച്ചു പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? ഞങ്ങളുടെ MP-മാർക്കിടയിൽ ആർക്കും ബാർ ഹോട്ടലുകളില്ല എന്ന് ഇവിടെ ഈ സഭയിൽ പറയാൻ സാധിക്കുമോ? ബഹുമാനപ്പെട്ട മിസ്റ്റർ ഒപ്പോസിഷൻ ലീഡർ, അങ്ങയോട് ഞാൻ ചോദിക്കുന്നു, മിസ്റ്റർ ഒപ്പോസിഷൻ ലീഡർ, അങ്ങയോട് ഞാൻ ചോദിക്കുന്നു, എന്നെങ്കിലും UDF അധികാരത്തിൽ വന്നാൽ ഈ കേരള സംസ്ഥാനത്ത് മദ്യം പൂർണ്ണമായും ഞങ്ങൾ നിരോധിക്കും എന്ന് അങ്ങേക്ക് ഈ സഭയിൽ പറയാനുള്ള ധൈര്യവും അങ്ങ് പറ. അങ്ങയുടെ മറുപടി, ഞങ്ങൾ എല്ലാ മദ്യഷോപ്പുകളും എല്ലാ ബാർ ഹോട്ടലുകളും അടച്ചുപൂട്ടും, കേരളത്തെ ഒരു സമ്പൂർണ്ണ മദ്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുമെന്ന് പറയാൻ അങ്ങക്ക് കഴിയുമോ? ഈ നാടിന്റെ ടൂറിസം മേഖലയെ മുക്തമാക്കും എന്ന് പറയാൻ സാർ ഈ അങ്ങ് സംസാരിച്ചു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അങ്ങേക്ക് സംസാരിക്കാം. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്. Sir, I am very much honored when my friend Mr. Jalil called me Mr. Opposition Leader. I am thanking you very much. Sir, ഇത് കേരളം ചർച്ച ചെയ്യുക. നമ്മുടെ നിയമസഭ കേരളത്തിൻ്റെ ഒരു പരിച്ഛേദമാണ്. സാർ, ഒരു യാഥാർത്ഥ്യം നമ്മൾ അറിയണം. കേരളം വലിയ ഭീതിയിലാണ്, ഉത്കണ്ഠയിലാണ്. ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടക്കുന്ന സംഭവങ്ങൾ, ഒന്നിനു പുറകെ ഒന്നായി നടക്കുന്ന ഈ സംഭവങ്ങൾ എല്ലാവരെയും ഉത്കണ്ഠയിലാഴ്ത്തിയിരിക്കുന്നു, നമ്മളടക്കം. നമ്മളും ഈ വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മളും ഞെട്ടുന്നുണ്ട്, നമ്മളും പ്രയാസപ്പെടുന്നുണ്ട്. എന്തു പറ്റി? എന്താണ് ഇങ്ങനെ പോകുന്നത്? കുഞ്ഞുങ്ങളുള്ള രക്ഷകർത്താക്കൾ അതിനേക്കാൾ വലിയ ഭീതിയിലാണ്. എനിക്ക് പരിചയമുള്ളൊരു സ്ത്രീ എന്നോട് ഫോണിൽ വിളിച്ചു പറഞ്ഞു, ഞാൻ എൻ്റെ മോനെ സംശയിക്കുകയാണ്, അവൻ തെറ്റൊന്നും ചെയ്യുന്നില്ല, പക്ഷേ അവൻ പോയി കഴിയുമ്പോൾ ഞാൻ അവൻ്റെ പുസ്തകങ്ങളും അവൻ്റെ അലമാരയും അവൻ്റെ മേശയും ഒക്കെ പോയി ഞാൻ പരിശോധിക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? പുറത്ത് കേൾക്കുന്നത് അങ്ങനെയൊക്കെയല്ലേ, അപ്പം നമ്മുടെ കുഞ്ഞും ഇങ്ങനെയൊക്കെ പെടുന്നുണ്ടോ എന്നെനിക്കറിയില്ല. കുഞ്ഞുങ്ങളെ സംശയിക്കാൻ തുടങ്ങി മാതാപിതാക്കൾ. ആ രീതിയിലേക്ക് മാറുകയാണ്. കുട്ടികൾ മാത്രമല്ല, ചെറുപ്പക്കാർ, പൊതുസമൂഹത്തിൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, വയലൻസ് വർദ്ധിച്ചു വരികയാണ്. ഒരു യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിക്കണം. നമ്മളെ കണക്കുകൾ വെച്ചല്ല പറയേണ്ടത്. കേരളത്തിൽ ലഹരി മരുന്ന് വ്യാപനം കൂടുകയാണ്, വർദ്ധിക്കുകയാണ്. ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ കേരളത്തിൽ ഇതെല്ലാം അവൈലബിളാണ്. ആർക്ക് വേണമെങ്കിലും 15 മിനിറ്റിനകം കേരളത്തിലെ ഏത് സ്പോട്ടിൽ വേണമെങ്കിലും ഏത് തരത്തിലുള്ള ഡ്രഗ്സും കിട്ടും. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രി പറഞ്ഞത് കഞ്ചാവിൻ്റെ ഉപയോഗം കുറഞ്ഞു എന്നാണ്. ശരിയായിരിക്കാം, പക്ഷെ കഞ്ചാവിൻ്റെ ഉപയോഗം കുറയുമ്പോൾ MDMA-യുടെയും കെമിക്കൽ സബ്സ്റ്റൻസിൻ്റെയും സിന്തറ്റിക് ഇതിൻ്റെ എല്ലാം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കരമായി. എവിടെ വേണമെങ്കിലും കിട്ടും. വലിയ ക്വാണ്ടിറ്റി കേരളത്തിലേക്ക് വരികയാണ്. ആ യാഥാർത്ഥ്യം നമ്മൾ അറിയണം. വലിയ ക്വാണ്ടിറ്റി വരികയാണ്. ഈ മയക്കുമരുന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളിത് 3ാമത്തെ പ്രാവശ്യമാണ് കൊണ്ടുവരുന്നത്. 2 പ്രാവശ്യം ഗവൺമെൻറ് ചർച്ച ചെയ്യാൻ തയ്യാറായി. ഞങ്ങൾ ആദ്യം എടുത്ത സമീപനം എന്താണ്? വളരെ പോസിറ്റീവായിട്ടാണ്. ഞാൻ തന്നെ പറഞ്ഞു, ഏത് തരത്തിലുള്ള ഒരു ആക്ഷൻ പ്ലാൻ ഗവൺമെൻറ് ആരംഭിച്ചാൽ ഞങ്ങൾ അതിൻ്റെ കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കുറച്ചുകൂടി കാർക്കശ്യത്തോടുകൂടി പറഞ്ഞു. കാരണം 2022 ഇത് കൊണ്ടുവന്നതിന് ശേഷം ഇപ്പോൾ ഈ 2024 ഇതിൻ്റെ അകത്ത് മാറ്റമില്ല എന്ന് മാത്രമല്ല, അപകടകരമായ നിലയിലേക്ക് ഇത് പോകുന്നു. പിന്നെ ഇത് വീണ്ടും കൊണ്ടുവരേണ്ട സാഹചര്യം ഗവൺമെൻറ് അംഗീകരിക്കുകയല്ലേ ചെയ്തത്. വീണ്ടും ഇത് കൊണ്ടുവരാനുള്ള സാഹചര്യം കേരളത്തിൽ ഉണ്ടായി. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കൊണ്ടുവന്നൊരു വിഷയം വേറൊരു തരത്തിലാണെങ്കിലും വീണ്ടും ഈ ഹൗസ് ചർച്ച ചെയ്യേണ്ട സ്ഥിതിയിലേക്ക് ഒരു അടിയന്തര പ്രാധാന്യം അതിനുണ്ടായി എന്നുള്ള യാഥാർത്ഥ്യമല്ലേ. അപ്പം നമുക്ക് എന്തായുള്ളത്? നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്തുണ പ്രഖ്യാപിച്ചാൽ മതിയോ? ഞാൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ മുഖ്യമന്ത്രിയോട് അങ്ങ് ചെയ്യുന്ന എല്ലാ കാര്യത്തിനും പിന്തുണ. 3ാമത്തെ പ്രാവശ്യം അത് തന്നെ പറയണോ? എന്തെങ്കിലും ഒരു പ്ലാൻ വേണ്ടേ? എന്തെങ്കിലും ഒരു ആക്ഷൻ പ്ലാൻ വേണ്ടേ?
നിങ്ങൾ ഈ 2022 ഞങ്ങൾ ഇത് ആദ്യമായി അവതരിപ്പിച്ചതിന് ശേഷം എന്തെങ്കിലും ഒരു സോഷ്യൽ പ്ലാൻ നിങ്ങളുടെ കയ്യിലുണ്ടോ? ഒരു എൻഫോഴ്സ്മെന്റ് പ്ലാൻ നിങ്ങളുടെ കയ്യിലുണ്ടോ? നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും പറഞ്ഞില്ല. കഴിഞ്ഞ ദിവസം ഇത് കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ ഇതിനെ നേരിടാൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് നിങ്ങളുടെ കയ്യിലൊന്നുമില്ല. പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്തുണ പ്രഖ്യാപിച്ച് പിരിഞ്ഞു പോയാൽ മതിയോ? അങ്ങനെയാണോ നോക്കേണ്ടത്? പല ആംഗിളിൽ നിന്നും ഇതിനെ കൈകാര്യം ചെയ്യേണ്ടി വരും. നമ്മൾ എങ്ങനെയാണ്, ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചു, എങ്ങനെയാണ് കേരളത്തിലേക്കാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ സ്പിരിറ്റ് വന്നിരുന്ന സംസ്ഥാനം? മാറി മാറി വന്ന ഗവൺമെന്റുകൾക്ക് അത് റോളുണ്ട്, അത് വരാതിരിക്കാൻ. ഇന്ന് വരുന്നില്ല, വേറെ തരത്തിൽ വരുന്നില്ല, ഔട്ട് ഓഫ് ദ വേ വളരെ കുറച്ചാണ് വരുന്നത്. എന്തുകൊണ്ടാണ്? നമ്മൾ അന്ന് സ്പിരിറ്റ് കൊണ്ടുവന്നിരുന്ന ആളുകൾ ഇവിടെ കൊണ്ടുവരുന്നത് പിടിക്കുമ്പോൾ അതിന്റെ സോഴ്സ് അന്വേഷിച്ച് പോയി. കേരളത്തിലെ പോലീസ് അന്ന് ഫലപ്രദമായി എൻഫോഴ്സ്മെന്റ് നടത്തി, സോഴ്സിൽ പോയി പിടിച്ചു, സോഴ്സിൽ പോയി പലരെ അറസ്റ്റ് ചെയ്തു. അവസാനം സ്പിരിറ്റ് ലോബി തീരുമാനിച്ചു കേരളത്തിലേക്ക് ഇനി സ്പിരിറ്റ് അയക്കേണ്ടതാണ്. സാർ, ഇത്രയും വലിയ ക്വാണ്ടിറ്റി കേരളത്തിലേക്ക് വരുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ 2 IG-മാരെ ചുമതലപ്പെടുത്തും. വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള, കമ്മിറ്റഡ് ആയിട്ടുള്ള 2 ഉദ്യോഗസ്ഥന്മാരെ നിങ്ങൾ ചുമതലപ്പെടുത്തി 2 റീജിയൻ കൊടുക്ക്, സദേൺ റീജിയനും നോർത്തേൺ റീജിയനും. അവർക്ക് ഫ്രീ ഹാൻഡ് കൊടുക്ക്, അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇത് ഇൻവെസ്റ്റിഗേഷനുള്ള അവസരം കൊടുക്ക്. എന്നിട്ട് പിടിക്കുന്ന ഒരു 25 കേസ് നിങ്ങൾ പിടിക്കുന്നുണ്ടല്ലോ, പിടിച്ചാൽ അത് എവിടെ നിന്നാണ് വരുന്നത്, ആരാണ് ആ നെറ്റ്വർക്കിലുള്ളത്, ഈ കണ്ണി ഏതാണ്, കണക്ഷൻ ഉണ്ടല്ലോ, ഏറ്റവും കൂടുതൽ ഇത് എവിടെ നിന്ന് വരുന്നു, എവിടെ നിന്ന് കേരളത്തിലേക്ക് ഇത്രയും വലിയ ക്വാണ്ടിറ്റി വരുന്നു എന്ന് നിങ്ങൾ ഒരു 25 കേസിൽ പിടിച്ച് അവരെ അകത്താക്കിയാൽ ഞാൻ പറയും സ്പിരിറ്റിൽ ഉണ്ടായതുപോലെ കേരളത്തിലേക്ക് ഇനി ഡ്രഗ്സ് അയക്കണ്ട എന്ന് ഈ ഡ്രഗ്സ് ലോബി, ഈ ലഹരി മരുന്ന് മാഫിയ തീരുമാനിക്കും. അങ്ങനെ ഒരു നടപടി നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തണ്ടേ? ഗവൺമെന്റ് അല്ലേ, പ്രതിപക്ഷത്തിന് ചെയ്യാൻ പറ്റുമോ? പ്രതിപക്ഷത്തിന് ചെയ്യാൻ പറ്റുമോ? ഇത് ഗവൺമെന്റിലെ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ശ്രീ രമേശ് ചെന്നിത്തല അങ്ങയുടെ നേരെ ചൂണ്ടുവിരൽ ഉയർത്തിയത്. അങ്ങ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. പോലീസ് അങ്ങയുടെ കീഴിലാണ്. 2 ഫോഴ്സ്, എക്സൈസ് ഉണ്ട്. ഇത് എൻഫോഴ്സ്മെന്റ് നടത്തേണ്ട ആളുകളാണ്. അവര് പാട്ടും പാടി ബോധവൽക്കരണത്തിനെതിരായിട്ടല്ല ഞാൻ പറഞ്ഞത്. അവരുടെ ജോലി അതല്ല. അത് നിങ്ങൾ വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിനെ, വിദ്യാഭ്യാസ വകുപ്പിനെയോ സാമൂഹ്യക്ഷേമ വകുപ്പിനെയോ വേറെ ആരെങ്കിലും ഏൽപ്പിക്ക്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്ക്. ഇവരെ അവർക്ക് അതിനൊന്നും നേരമില്ല. കാരണം അവർക്ക് മര്യാദയ്ക്ക് വാഹനമില്ല, മര്യാദയ്ക്കുള്ള പോലീസ് ഫോഴ്സ് ഇല്ല. ഇപ്പൊ തന്നെയുള്ള ആള് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, ഉള്ള ജോലിയുടെ ഇരട്ടി ജോലി ചെയ്യുന്ന അവരുടെ സമ്മർദ്ദം. അപ്പൊ കൂടുതൽ ജോലി അവരെ ഏൽപ്പിക്കുകയല്ലേ? അപ്പൊ ഇത്തരം കാര്യങ്ങളൊന്നും അല്ല അവരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത്. അവരെ എൻഫോഴ്സ്മെന്റ് നടത്താൻ വേണ്ടിയിട്ട് അവർക്ക് ശക്തിയാകണം. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ 23 വർഷം മുമ്പ് അമേരിക്കൻ വിദേശകാര്യ വകുപ്പിന്റെ ഒരു ഡെലിഗേറ്റായി അവരുടെ ക്ഷണപ്രകാരം അമേരിക്ക സന്ദർശിച്ച സമയത്ത് 50 സംസ്ഥാനങ്ങളുള്ള അമേരിക്കയിലെ ഡെൻവർ എന്ന് പറയുന്ന ഒരു ചെറിയ സംസ്ഥാനം, അവിടുത്തെ ക്രൈമിനെ കുറിച്ചാണ് ചർച്ച. അവിടുത്തെ പോലീസ് ചീഫ് ഞങ്ങളോട് പറഞ്ഞു, 1 ലക്ഷം പേരാണ് ഇവിടുത്തെ പോപ്പുലേഷൻ, 5000 പേരാണ് പോലീസ്, 20:1 ആണ് പോലീസ് ഫോഴ്സ്. സംഭവമൊക്കെ ഓക്കെയാണ്. പക്ഷേ ഞങ്ങൾ ഭയപ്പെടുന്നത് പുതിയ ക്രൈം ഉണ്ടാകുകയാണ്. 1 ഡ്രഗ്സിൽ നിന്നുള്ള ക്രൈം, 2 സൈബർ ക്രൈം ഉണ്ടാകുകയാണ്. ഒരു കാറിൽ മുഴുവൻ ഡോളറുള്ള ഒരു പേഴ്സ് ഉപേക്ഷിച്ചിട്ട് പോയാലും ഡോളർ എടുക്കില്ല പേഴ്സിൽ നിന്ന് എടുക്കുന്നത് ID കാർഡാണ്. സൈബർ ക്രൈമാണ് വരുന്നത്. അപ്പം ഞങ്ങൾ കുറ്റവാളികൾ എങ്ങനെയാണ് അവരുടെ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നത്, അതിനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം ഞങ്ങൾ ഡെവലപ്പ് ചെയ്യാണ്. എല്ലാ കാലത്തും നമ്മൾ കുറ്റവാളികളെ നേരിടാൻ, റാക്കറ്റുകളെ നേരിടാൻ, മാഫിയകളെ നേരിടാൻ നമ്മുടെ സിസ്റ്റത്തെ നമ്മൾ ഇംപ്രൂവ് ചെയ്യണം. ഇല്ലെങ്കിൽ അവർ അഡ്വാൻസ് ചെയ്ത് നമ്മളെക്കാളിലും മുമ്പിൽ പോവും. ഞങ്ങൾ ഇവിടുത്തെ പോലീസ് ആക്ട് ഉണ്ടാക്കാൻ സെലക്ട് കമ്മിറ്റിയുടെ ഭാഗമായി ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഹൈദരാബാദ് പോലീസ് അക്കാഡമിയും സ്ഥലവും സന്ദർശിച്ചപ്പോൾ മാവോയിസ്റ്റുകളെ നേരിടുന്ന അന്നത്തെ ആന്ധ്ര പോലീസിലെ തലവനുമായി ഞങ്ങൾ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് അറിയില്ല, അവരത്രമാത്രം എക്യുപ്ഡ് ആണ് മാവോയിസ്റ്റുകൾ. ഞങ്ങൾ ചെന്നിവരെ നേരിടുമ്പോൾ പിന്നെയാണ് അവിടുത്തെ പോലീസ് സംവിധാനം, അതിനെ നേരിടാനുള്ള പോലീസ് സംവിധാനത്തിന്റെ കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്ത് നമ്മളെക്കാളും ബെസ്റ്റ് വയർലെസ് സിസ്റ്റം ആയിരുന്നു അവരുടെ കയ്യിൽ. അതിനേക്കാൾ ബെസ്റ്റ് വയർലെസ് സിസ്റ്റം കൊണ്ടുവന്നു, അതിനേക്കാൾ ബെസ്റ്റ് ആയുധങ്ങൾ കൊണ്ടുവന്നു, അതിനേക്കാൾ അവരെ നേരിടാനുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്നു. ഇപ്പം നമുക്കെന്താ, നമ്മൾ കേരളത്തിലെ പോലീസൊക്കെ നല്ലതാ, പണ്ട് മുതലേ കേരളത്തിലെ പോലീസ് പ്രത്യേകതയുണ്ട്. പക്ഷേ നമ്മൾ എവിടെ നിൽക്കുന്നു? നമ്മുടെ സിസ്റ്റത്തെ നമ്മൾ അഡ്വാൻസ് ചെയ്തോ? ഇതുപോലുള്ള മാഫിയ, ഇതൊരു മാഫിയല്ലേ? ഇത് ആരെങ്കിലും ഒരാൾ ചെയ്യുന്നതാണോ?
ഇത് വലിയ റാക്കറ്റ് അല്ലേ? ഇത് ലുക്രേറ്റീവ് ബിസിനസ്സാണ്. നിങ്ങൾ മനസ്സിലാക്കണം, കോടികളുടെ മാർജിൻ കിട്ടുന്ന ഒരു ബിസിനസ്സാണ്. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ ക്യാച്ച് ദ യങ് എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളെ പിടിച്ച് അവരിതിൻ്റെ നെറ്റ്വർക്ക് വ്യാപിപ്പിക്കുകയാണ്. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഈ പ്രാവശ്യം 5000 പേരാണെങ്കിൽ അടുത്ത ഒരു വർഷം കഴിയുമ്പോൾ 50,000 പേരായി അതിൻ്റെ നെറ്റ്വർക്ക് വ്യാപിപ്പിക്കുകയാണ്. എണ്ണം കൂട്ടുകയാണ്. എണ്ണം കൂട്ടുമ്പോഴാണ് ആ ഡിസ്ട്രിബ്യൂഷൻ്റെ ക്വാണ്ടിറ്റി കൂടുന്നത്. ഈ വർഷം 10 ടണ്ണാണ് കൊണ്ടുവരുന്നെങ്കിൽ അടുത്ത വർഷം 100 ടൺ കൊണ്ടുവരുന്നതിനെ കുറിച്ചാണ്, ബിസിനസ് നടത്തുന്നതിനെ കുറിച്ചാണ് അവരുടെ ബിസിനസ് അവർ ആലോചിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം എത്രമാത്രം എക്യുപ്ഡ്, എത്ര ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കാണ്, എത്ര സംവിധാനമാണ് ഏറ്റവും എഫിഷ്യൻ്റായിട്ട്. ആ വാക്ക് ഉപയോഗിക്കാമെന്ന് എനിക്കറിയില്ല. അതാണ് അവരുടെ കയ്യിലുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് എവിടെയാണ് ഡിമാൻഡ് ഉള്ളത്, ആ ഡിമാൻഡ് ഉള്ള സ്ഥലത്ത് 10 മിനിറ്റോ 15 മിനിറ്റോ കൊണ്ട് ഈ മെറ്റീരിയൽ എത്തിച്ചേരുന്ന തരത്തിലുള്ള വിതരണ സംവിധാനമാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. നമുക്കതിനെ നേരിടണ്ടേ? നമ്മൾ അവിടെ പോയി മൈക്ക് വെച്ച് സെമിനാർ നടത്തിയാൽ മാത്രം മതിയോ? ഉപദേശം കൊടുത്താൽ മാത്രം മതിയോ? ഞാൻ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്നു, ഏറ്റവും ശക്തമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് കേരളത്തിൻ്റെ പ്രയോറിറ്റിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇതിനെ നേരിട്ടേ മതിയാവും. 1. 2, നമുക്കറിയാം പല കാര്യങ്ങൾ ടീനേജേഴ്സാണ്, കുട്ടികൾ. എന്തുകൊണ്ടാണ് 18 വയസ്സിൽ താഴെയുള്ളവർ കുറ്റകൃത്യം ചെയ്താൽ ജുവനൈൽ ബോർഡിൻ്റെ അടുത്തേക്ക് വിട്ടിരുന്നത്? എന്തുകൊണ്ടാണ്? ദേ ആർ ഒരു കൺസെപ്റ്റാണ്. ദേ ആർ ഇൻകേപ്പബിൾ അല്ലേ? ഇൻകേപ്പബിൾ ടു കമ്മിറ്റിംഗ് എ ക്രൈം എന്നാണ് പ്രായമാകുമ്പോൾ. 18 വയസ്സ് വരെ ആയിരുന്നു. ഇപ്പോൾ നിർഭയ കേസിൽ സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നു. എന്താ? 16 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കൂടി കുറ്റകൃത്യം ചെയ്യുമ്പോൾ മറ്റുള്ളവർ മുതിർന്നവർ കുറ്റകൃത്യം ചെയ്യുന്നത് പോലെ തന്നെ കണക്കാക്കി മുതിർന്നവർക്ക് കൊടുക്കുന്ന ശിക്ഷ കൊടുക്കണം എന്ന് പറഞ്ഞു. നമുക്കറിയാം ഈ ഏജ് ഗ്രൂപ്പാണ്. ഈ ഏജ് ഗ്രൂപ്പിൽ അവരെ സ്വാധീനിക്കുന്നത് എന്താണ് നമ്മൾ അറിയണ്ടേ? നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറയുന്നത് കുട്ടികളിൽ ഉണ്ടാകുന്ന ചലനങ്ങൾ കൂടി നമ്മൾ നിരീക്ഷിക്കണ്ടേ? അത് സ്കൂളുകളിൽ മാത്രമാണ്, കോളേജുകളിലില്ലേ? കോളേജുകളിൽ, ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം ഇല്ലാതായി പോയതുകൊണ്ടാണോ? വിദ്യാർത്ഥി രാഷ്ട്രീയം നന്നായി നിൽക്കുന്ന സ്ഥലത്ത് ഉണ്ടല്ലോ ഈ റാഗിങ് നടക്കുന്നുണ്ടല്ലോ, ഈ ഡ്രഗ്സ് നടക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ഈ പറഞ്ഞ കോട്ടയത്തെ കേസ് എന്താ? കോട്ടയത്തെ കേസ് നേതാക്കന്മാർക്ക് ഡ്രഗ്സ് അടിക്കാൻ വേണ്ടി കാശ് കൊടുക്കാത്തതുകൊണ്ടാണ്. കോമ്പസ് കൊണ്ട് കുത്തിക്കീറിയിട്ട് MLA ഇവിടെ ഇരിക്കുന്നു, ഫെവിക്കോൾ ഒട്ടിച്ചത്. കോമ്പസ് കൊണ്ട് ശരീരം കുത്തിക്കീറിയിട്ട് ഡ്രഗ്സ് കഴിക്കാൻ പൈസ കൊടുക്കാത്തതുകൊണ്ടാണ്. ഇപ്പൊ ഈ താമരശ്ശേരിയിലുണ്ടായ സംഭവം, അവർ പരീക്ഷ എഴുതുകയാണ്. അവർ ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിൽ പരസ്പരം പങ്കുവെച്ചതുപോലെ, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ആ ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിൽ അവർ പങ്കുവെച്ച ചർച്ച പോലീസ് പുറത്തുവിട്ടപ്പോൾ ഷോക്കിംഗ് ആണ്. നീ പേടിക്കൊന്നും വേണ്ട, SLC പരീക്ഷ ആയതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല, നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റും. പിന്നെ നമ്മൾ ചെറുപ്പമായതുകൊണ്ട് ഈ കൂട്ടമായി ആക്രമിച്ച ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറയാണ്. ഞാൻ ചോദിക്കട്ടെ, സിദ്ധാർത്ഥൻ്റെ ആ മരണത്തിന് കാരണമായ ആളുകൾ റീഇൻസ്റ്റേറ്റ് ചെയ്തു, അവർ പരീക്ഷ എഴുതി സന്തോഷമായിട്ട് നടക്കുക. കാണല്ലേ ആളുകൾ? കേരളം മുഴുവൻ നടുങ്ങിപ്പോയ ഒരു സംഭവത്തിലെ കുറ്റവാളികളായ കുട്ടികൾ കുറച്ചു ദിവസമൊക്കെ പ്രശ്നത്തിലായി. സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങൾക്കെതിരെ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യുകയായിരുന്നു. ഇനിയൊരു ഇടവേളയാണ്. കേരള വിഷൻ ന്യൂസിന്റെ തത്സമയ വാർത്തകൾ നിങ്ങൾക്ക് ഇതോടൊപ്പം ഞങ്ങളുടെ യൂട്യൂബ് അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലും തത്സമയം കാണാം.